സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ അന്യജാതിക്കാരനെ സ്നേഹിച്ച കുറ്റത്തിന് ഓപ്പോളെ എൻ്റെ അച്ഛൻ ഈ പടിയിറക്കി വിട്ടപ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കാനേ എനിക്കന്ന് കഴിഞ്ഞുള്ളൂ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അന്ന് ഓപ്പോൾ ഈ പടിയിറങ്ങിയത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു കുറ്റബോധം ഇന്നും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇനി എന്തു മുഖം വെച്ചിട്ടാ ഞാൻ എൻ്റെ ഒപ്പോളിൻ്റെ അടുത്ത് ചെല്ലുക? കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ അച്ഛ? ഈ നാട്ടുകാരുടെ മുന്നിൽ അഭിമാനം പണയപ്പെടുത്തുന്നതിലും ഭേദം സ്വന്തം കൂടപ്പറപ്പിന്റെ മുന്നിൽ തല കുനിക്കുന്നതല്ലേ? മോളെ, അത് വേണോ? വേണം. നമ്മൾ ചെന്ന അമ്മായിക്ക് സന്തോഷാവുള്ളൂ. കൂടപ്പറപ്പിനെ കൂട്ടിന് കിട്ടിയതിന്റെ ആ ഒരു സന്തോഷം. ഒരെന്നാലും ഇല്ല. നമ്മൾ ചെന്നാൽ അമ്മായി 2 കൈ നീട്ടി സ്വീകരിക്കും. പിന്നെ എനിക്കെന്റെ അച്ഛന്റെ ജീവനാ വലുത്. ഇവിടെ കഴിയുന്ന ഓരോ നിമിഷവും മനസ്സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതെന്റെ അച്ഛന്റെ ജീവനെ ബാധിക്കുക. എന്റെ അച്ഛൻ എന്നോടൊപ്പം ഈ ആയുസ് മുഴുവൻ ഉണ്ടാവണം. എനിക്കിനി അച്ഛൻ മാത്രമേ ഉള്ളൂ ഒരു തുണ.
അതുകൊണ്ട് പറയാ, എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എല്ലാം മറന്നുകൊണ്ട് മറ്റൊരു പുറം ലോകത്തേക്ക് പോവാം. അച്ഛനെതിരെ പറയരുത്. പോവാ അച്ഛൻ, നമുക്ക്. മോളുടെ ഒരാഗ്രഹത്തിനും ഇന്നേ വരെ അച്ഛനെതിരെ നിന്നിട്ടില്ല. മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവാം. എനിക്ക് ഈ ലോകത്ത് എന്തിനേക്കാളും വലുത് എന്റെ മോള് തന്നെയാ. നിന്റെ ഇഷ്ടമാ അച്ഛന്റെ ഇഷ്ടം. ഈശ്വര, എന്താ ശ്രീദേവി അമ്മ ഇതുവരെ കൊടുത്തു കഴിഞ്ഞില്ലേ? ഓ, ഇനി 2 കടയിൽ കൂടെ കൊടുക്കണം, അത്രേ ഉള്ളൂ. എന്തൊരു വെയിലുണ്ട് ഈശ്വര. മോള് തനിച്ചേ ഉള്ളൂ. തങ്കം, ആഹാ, ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളൂ ശ്രീദേവി ചേച്ചിയുടെ കാര്യം. മുറുക്കും ഉണ്ടെന്നൊക്കെ തീർന്നേ. അല്ല, ഇന്നലെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. ഇന്നലെ തീരെ വയ്യായിരുന്നു, നടുവിന് വല്ലാത്തൊരു വേദന. അല്ലെങ്കിൽ രാവിലെ ഞാൻ വരാതിരിക്കും. പിന്നെ ഇച്ചിരി വെള്ളം എന്താ കുടിക്കാൻ? തരാം. അല്ല, ശ്രീദേവി അമ്മ ഇപ്പോഴും മുറുക്ക് കച്ചവടം നിർത്തിയില്ല അല്ലേ? എങ്ങനെയെങ്കിലും കുടുംബം പുലർത്തണ്ടേ മോനെ. നിന്നെപ്പോലെ ഒരു മോനെ ദൈവം എനിക്ക് തന്നില്ലല്ലോ. എപ്പോഴാ ദുബായിൽ നിന്ന് വന്നത്? ഇന്നലെ വന്നതേ ഉള്ളൂ. 2-3 മാസം ഇവിടെ കാണും. ആ, കാണാം നമുക്ക്. ശരി, നടക്കട്ടെ. വല്ലാത്ത ദാഹം. ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വല്ലതും ആർക്കെങ്കിലും അറിയോ? ഒക്കെ ഓരോരോ യോഗമാ എന്റെ ചേച്ചി. എന്നാലും ഇത് വല്ലാത്തൊരു യോഗം തന്നെയാ. ഏത് നേരത്തും ഈ ദുരിതവും കഷ്ടപ്പാടും ഉള്ളൂ എന്ന് വെച്ചാ അത് ഭയങ്കര കഷ്ടം തന്നെയാ. എന്നാണ് എന്റെ തങ്കം എനിക്കിതിന്നൊരു മോചനം? നിങ്ങൾക്ക് നിങ്ങളുടെ തറവാട്ടിൽ പോയി നിന്നുകൂടായോ? അവര് വിചാരിച്ചാലേ എന്തെങ്കിലും ഒരു സഹായം കിട്ടാതിരിക്കുവോ? ഇല്ല തങ്കം, പട്ടിണി കിടന്ന് ചത്താലും ഇനി ഞാൻ ആ പടി ചവിട്ടില്ല. അവിടുന്ന് എന്നെ ആട്ടി ഇറക്കിയതാ എൻ്റെ അച്ഛൻ. അതോടുകൂടി തീർന്നു ആ തറവാടുമായിട്ടുള്ള ബന്ധം. അച്ഛൻ മരിച്ചെന്നറിഞ്ഞിട്ടും ഞാൻ പോയില്ല. ഇവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് ആത്മശാന്തി നേർന്നു. കൊല്ലം കൊല്ലം ഇപ്പോഴും അച്ഛന് ബലിയിടാറുണ്ട്. അത് ഇതേവരെ മുടക്കിയിട്ടില്ല. നിങ്ങളുടെ ഉടപ്പിറന്നവൻ അവിടെ നല്ല സ്ഥിതിയിലല്ലേ? ഒന്നും അറിഞ്ഞൂടെ തങ്കം. ഞാനന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പം അവൻ 25 വയസ്സായിരുന്നു. ഒരു സാധുവാ അവൻ. അച്ഛനെ ഭയങ്കര പേടിയായിരുന്നു. എന്നാലും ഇത്രയും കാലമായിട്ടും അവരാരും നിങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ലല്ലോ. ഞാൻ അവനെ കുറ്റം പറയില്ല. ഒക്കെ എൻ്റെ തലയിലെഴുത്താ. ഇവിടെ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന കണ്ടില്ലേ? ഈ വക പ്രാരാബ്ധത്തിൻ്റെ ഇടയിൽ ഇപ്പോ ചെറുത് ഒരെണ്ണത്തിനു കൂടെ പോറ്റി വളർത്തേണ്ട അവസ്ഥയില്ല. എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറക്കുന്നത് ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴാണ്. പാവം പാവം എൻ്റെ അമ്മക്കുട്ടി. സ്വർണ്ണമയൂരം
ചേച്ചിക്കെന്താ മാമനെ കണ്ടപ്പോ ഒരു പേടി? കുഞ്ഞമ്മേ ലേശം വട്ടുണ്ടെങ്കിൽ എന്താ? നിനക്ക് മാത്രമേ ഈ വീട്ടിൽ എന്നോട് സ്നേഹമുള്ളൂ. ഞാൻ ഇന്നലെ അനന്തേട്ടന് സ്വപ്നം കണ്ടു. നല്ല സ്വപ്ന? അല്ല, ചീത്ത സ്വപ്ന. അനന്തേട്ടൻ എന്നെ പിടിച്ച് തല്ലുന്നത്. എന്നെ ഉപദ്രവിക്കൂ അനന്തേട്ടൻ? ഏയ്, അനന്തേട്ടൻ ആ ജാതി ആളല്ല. മോള് പേടിക്കണ്ട, മോളെ അനന്തേട്ടൻ തല്ല് ഒന്നും ചെയ്യില്ല. അത്രക്കിഷ്ട എനിക്ക് എന്റെ മോളെ. ചേച്ചി ഇങ്ങോട്ട് മാറ്. അയ്യോ എന്റെ കയ്യ്. ഓ, എന്താ ചേച്ചിയെ തൊട്ട പനിയത്തിയുടെ ഒരു ആവേശം. നോട്ടം കണ്ടില്ലേ? നീ എന്നെ പിടിച്ചങ്ങ് വിഴുങ്ങോടി. എന്തിനാ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വന്ന കാര്യം പറഞ്ഞാല് നിനക്കത് പരിഹരിക്കാൻ പറ്റും. അനന്തേട്ടൻ നമ്മുടെ ബന്ധുവല്ലേ? രണ്ടു പേര് അയവാണെങ്കിലും ഇന്ദുമോൾക്ക് സ്വന്തം ബന്ധുക്കളെ തിരിച്ചറിയാം. ഒരു ബന്ധു ശത്രു, അയാള് നമ്മുടെ ആജന്മ ശത്രു. അങ്ങനെ ഒന്നും പറയല്ല എന്റെ മോളെ. നിങ്ങൾ ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ? പോകാം, കിട്ടാനുള്ള പലിശ വാങ്ങിയിട്ട്. എവിടെ നിന്നെ തല്ല? എടുക്കാത്തൊരു ഓട്ട കാരണ. എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യോടി? നീ ആരോടെ കളിക്കണം നിനക്കറിയോ? ഈ അനന്തരമുള്ള നിന്റെ കളി എന്താണ്? കളിക്ക എന്തുവാണ്? അത്രക്കായോ നീ? അയ്യോ വിടെന്റെ പിള്ളേരെ, എനിക്ക് തരാനുള്ള പൈസ വന്നിട്ട് അതുവരെ ഒരു ഈടായിട്ട് ഇവളെന്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ മുതലും പലിശയും എല്ലാം വിടാനെന്താ? അവരുപദ്രവിക്കരുത്, കൈ വിട്. എന്നാ എടുക്ക് തള്ള, എനിക്ക് തരാനുള്ള പൈസ തരാന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് എവിടെ എടുക്ക്? അനന്താ, ഇവിടുത്തെ സ്ഥിതി നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പിള്ളേരെ ഉപദ്രവിക്കാതെ ദയവ് ചെയ്ത് അവരെ വിട്. വിടടാ, വിട്. ഇത് പലിശക്ക് പോലും തികയില്ല. എന്നാലും കിട്ടിയതായി. അനന്താ, ഈ മാല നീ കൊണ്ടുപോരുത്. എന്റെ മോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. ഇത് കൊണ്ടുപോരുത്, കൊണ്ടുപോരുത്. ഇതിപ്പോ മാലയായിട്ടുള്ളൂ. ഇനി കൊണ്ടുപോകാൻ പോണത് തള്ളടി മോളയായിരിക്കും. പെട്ടിയും പ്രമാണമായിട്ടൊന്ന് വിരുന്നുകാർക്ക് ഏതായാലും കാഴ്ചക്ക് നല്ലൊരു വകയായി. വരവ് കണ്ടിട്ട് കുറച്ചു ദിവസം കൂടെ കാണുന്ന പാട്ടുണ്ടല്ലോ.
ആ വരാം ഞാൻ വിസ്തരിച്ചൊന്ന് പരിചയപ്പെടാനായിട്ട്. ആരാ? മനസ്സിലായില്ല. ഞാനോ പോളെ ഗോവിന്ദൻ. ഏ? അമ്മായിക്ക് എന്നെ മനസ്സിലായോ? വേണ്ട, എനിക്ക് ആരെയും മനസ്സിലാക്കണ്ട. ഇത്രയും കാലം എന്നെ മനസ്സിലാക്കാനും അറിയാനും നിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓപ്പോൾ ചത്തോന്നറിയാനോ? ഇല്ലടാ, ചത്തിട്ടില്ല. ഇപ്പോഴും ജീവിക്കുക, ചത്തതിന് സമമായിട്ട്. ഇക്കണ്ട കാലം അത്രയും നിങ്ങളുടെ ആരുടെയും ആശ്രയമില്ലാതെ ഞാനും എന്റെ മക്കളും ജീവിച്ചില്ലേ? ഇനിയും ജീവിക്കും. ഇല്ലടാ, ഞാൻ ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കില്ല. ഇത്രയും കാലം ഇല്ലാത്ത ബന്ധം ഇനിയിപ്പോ എന്തിനാ? വേണ്ട, എനിക്കിനി ആരും വേണ്ട. പൊയ്ക്കോ, എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് പൊയ്ക്കോ, വന്ന വഴിയാ പൊയ്ക്കോ. വേണ്ട, ആ വിളി എനിക്ക് കേൾക്കണ്ട. എനിക്ക് നിന്നെ കാണണ്ട. പൊയ്ക്കോ. എന്റെ അമ്മയെ കരയിപ്പിക്കാൻ വേണ്ടി വന്നതാ. പറഞ്ഞില്ലേ അമ്മ, നിങ്ങൾ എന്നെ കാണണ്ടെന്ന്? പൊയ്ക്കോ, ഇറങ്ങി പൊയ്ക്കോ. വാടി, കരയിപ്പിക്കാൻ വന്നിരിക്കുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ മോളെ ഇങ്ങോട്ട് വരണ്ടെന്ന്. അച്ഛനെ പഴികേപ്പിച്ചപ്പോ തൃപ്തിയായല്ലോ നിനക്ക്. വാ പോ. അച്ഛാ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എത്ര വഴക്ക് പറഞ്ഞാലും സ്വന്തം ഒപ്പോളല്ലേ. ക്ഷമിച്ചൂടെ അച്ഛന്? മോളെ, ഇനിയും നാണം കിട്ടണോ നമ്മള്? ഇല്ലച്ചാ, അമ്മായി അപ്പോഴത്തെ ദണ്ണം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞോന്നേ ഉള്ളൂ. മനസ്സുകൊണ്ട് ഒരിക്കലും നമ്മളെ തള്ളി പറയാനോ വെറുക്കാനോ അമ്മായിക്ക് കഴിയില്ല. ദേ, എല്ലാ പിണക്കും ഇപ്പൊ മാറും ഞാൻ അങ്ങോട്ട് ചെന്ന. അച്ഛനൊന്ന് ക്ഷമിക്കേ. സ്വർണ്ണമയൂരം അമ്മായി, അമ്മായിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം. പക്ഷേ പോകുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളത് അമ്മായി ഒന്ന് കേൾക്കണം. അമ്മായി വഴക്ക് പറഞ്ഞതിലൊന്നും അച്ഛൻ ഒരു പരിഭവമില്ല. അമ്മായിയുടെ സ്ഥാനത്ത് വേറെ ആരായാലും അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. പക്ഷേ എന്റെ അച്ഛന്റെ അവസ്ഥ അമ്മായി ഒന്ന് മനസ്സിലാക്കണം. കുഞ്ഞുനാളിൽ അമ്മ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ എന്റെ എല്ലാം എന്റെ അച്ഛനായിരുന്നു. എനിക്ക് വേണ്ടി മാത്രം പിന്നെ എന്റെ അച്ഛൻ ജീവിച്ചത്. ഇവിടെ വന്ന് അമ്മായിയെ കണ്ടപ്പോ എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെ. അതെ അമ്മായി, അമ്മയുടെ സ്ഥാനത്താ ഞാൻ എന്റെ അമ്മായിയെ കാണുന്നേ. മോളെ എന്നോട് ക്ഷമിക്കണം. അമ്മയ്യ അറിയാതെ. മോളെ, ഞാൻ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. മോളെ അമ്മയോട് ക്ഷമിക്കണം. മോളെ ഞാൻ കൊച്ചിലെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് അമ്മായിക്ക് അറിഞ്ഞൂടാ. മോളുടെ പേരെന്താ? കൃഷ്ണവേണി. വേണിന്ന് അച്ഛൻ വിളിക്കുന്നേ.
അമ്മായിയെക്കുറിച്ച് അച്ഛൻ എപ്പോഴും എന്നോട് പറയും. അമ്മായി എന്ന് വെച്ചാ എന്റെ അച്ഛൻ ഇപ്പോഴും ജീവനാ. എനിക്കും അതെ. എന്റെ ഗോവിന്ദൻ എനിക്ക് അവനെ ജീവന. കൊറേ കാലത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് അവനെ കണ്ടപ്പോ എന്റെ മനസ്സിന്റെ വിഷമത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. മോൾ എന്നോട് ക്ഷമിക്കണം. പാവം, അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. അച്ഛനിപ്പോ ചെറിയൊരു വിഷമം പോലും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാ. ഒരു അറ്റാക്ക് കഴിഞ്ഞു. ഈശ്വരാ. അയ്യോ, അപ്പോ എന്റെ ഗോവിന്ദനോട് ഞാൻ കാണിച്ചത് വല്ലാത്ത ക്രൂരതയായിപ്പോയല്ലോ. എവിടെ അവൻ? ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. അമ്മായി അതൊന്നും സാരമില്ല. അമ്മായിയല്ലേ, അച്ഛനൊന്നും വിചാരിക്കില്ല. പിന്നെ ഞങ്ങളിപ്പോ ഇവിടെ വന്നത് ഒരു വല്ലാത്ത പരിസ്ഥിതിയില്ല. നാട്ടില് നിക്കാൻ പറ്റാത്തൊരവസ്ഥയാ. എന്താ മോളെ, എന്താ അവിടെ ഉണ്ടായത്? ഇപ്പൊ അമ്മായി എന്നോടൊന്നും ചോദിക്കരുത്. അതൊന്നും പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ. വേണ്ട, മോളൊന്നും പറയണ്ട. മോള് വിഷമിക്കുന്ന ഒരു കാര്യവും അമ്മായി ചോദിക്കില്ല. എന്തായാലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയല്ലോ. ഇതിൽ പരം സന്തോഷം അമ്മായിക്കില്ല. എന്റെ പൊന്നു മോള് ഇനി ഒരിടത്തും പോണ്ട. മോൾ ഇവിടെ തന്നെ നിന്നാ മതി. നിങ്ങളെ കണ്ടത് തന്നെ എനിക്ക് വലിയ ആശ്വാസമാണ്. ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് കഴിയാം. പോരെ? മതിയമ്മായി, എന്റെ മോള്. അത് മതിയമ്മായി. ഈശ്വരാ.